കിട്ടുന്ന കാപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ പരീക്ഷിക്കുകയാണ്. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അതിന് നമ്മൾ ഒരു 3 പേർക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 3 പേർക്കുള്ള ഉണ്ടാക്കുന്നതിന് അതിനിങ്ങനെ ഒരു 2 രൂപയുടെ സാമ്പിൾ പാക്കറ്റാട്ടോ. 6 പാക്കറ്റ് ബ്രൂ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കപ്പിലേക്ക് എത്തുന്നു. അങ്ങനെ ഇടുക. ഇതൊക്കെ വീട്ടിലെല്ലാവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സംഭവം, നല്ല കിടുക്കാച്ചി സംഭവമാണ്. ഇതൊക്കെ നമുക്കും ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയുള്ള രീതിയിലേക്കായിരിക്കണം സംഭവം തന്നെ. അപ്പം നല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫിസിക്ക് കാണിക്കേണ്ട കാര്യമില്ല. അത് ഭംഗിയായിട്ട് വന്നെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടാലാണത് ഇതായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ ഒരു കുഴപ്പമില്ല, ഒന്നുമില്ലാത്ത രീതിയിലിരിക്കും. അപ്പോൾ അത് 6 പാക്കറ്റ് 2 രൂപയുടെ ഒരു ചായക്ക് 2 രൂപയുടെ 2 ബ്രൂ വെച്ചോട്ടോ തന്നെ. അതുപോലെ അതെ ബൂസ്റ്റ് നമ്മൾ 5 രൂപയുടെ സാമ്പിൾ പാക്കറ്റാണ്. ഈ 5 രൂപയുടെ സാമ്പിൾ പാക്കറ്റ് 2 ഇട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അത് 2. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാൽപ്പൊടി, അമൂല്യയുടെ പാൽപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് 3 പാക്കറ്റ് വേണം. വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ പാലും മേടിച്ചുകൊണ്ട് ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ഈ സമയത്ത് പാലൊന്നും കിട്ടാനില്ലാത്ത കാരണമാണ് പാൽപ്പൊടി ആക്കിയത്. അത് കഴിഞ്ഞ് 3 പാക്കറ്റ്. ഇത് കഴിഞ്ഞ് ഈ പഞ്ചസാര അവനവന് പാകത്തിന് കണ്ടിട്ടാൽ പോകും. പഞ്ചസാര കുറവുള്ളവരൊന്നും ഇതിൻ്റെ അധികം പഞ്ചസാര ഇടാം. പഞ്ചസാര അതിങ്ങനെ ഒരു കുറച്ചിട്ടാൽ മതി, ഒരുപാടൊന്നും ഉണ്ടാവില്ല. ഞാനിത് ഈ സ്പൂണിന് ഒരു 1.5 സ്പൂണാണ്, ഇത്രയും മതി. അത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ വെള്ളമാണ് ഇതിൻ്റെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് തിളക്കണം. നന്നായിട്ട് നന്നായിട്ട് തിളക്കണം കണ്ടോ. ഇതുപോലെ നന്നായിട്ട് തിളച്ച വെള്ളം മാറി ഒരു കപ്പിലേക്ക് 3 ചായക്കുള്ള സാധനമാണ്. ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അടിച്ചിടണം. എന്നതാണ് നമ്മുടെ എല്ലാ ഇതിൻ്റെ അകത്തേക്കും വഴിയുള്ളൂ. ഉണ്ടോ? അങ്ങനെ സംഗതികളെടുക്കുക, കപ്പിൻ്റെ അകത്തേക്ക് മാറ്റുക. അപ്പം ശരിക്കും അങ്ങോട്ട് യോജിക്കും. അതിങ്ങനെ ചായ അടിച്ചു അപ്പോഴാണ് അതെല്ലാം സംഗതി. അരിച്ചെടുക്കണമെങ്കിൽ സിലിക്കോട് ഇതാവും. അങ്ങനെ അടിച്ച് നന്നായിട്ട് പതഞ്ഞ് വേണം. ഉണ്ടോ? ഇങ്ങനെ പതഞ്ഞ് അങ്ങനെയാണ് ചായക്ക് ടേസ്റ്റുള്ളൂ. ചായ അല്ല, കാപ്പി. കഴിച്ചു നോക്ക്. കഴിച്ചിട്ട്
എങ്ങനെയുണ്ട് ചായ എന്ന് പറ. സൂപ്പർ. അപ്പൊ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ